നമ്മളെ ഒരലത്തിന് അത് തുടങ്ങുന്നത് മുലപ്പാലിന്റെ നിഷേധത്തിൽ നിന്നാണ്. അവിടെ നിന്ന് തുടങ്ങുകയാണ് ഈ സമൂഹത്തിന്റെ അധാർമികത അല്ലെങ്കിൽ ധാർമ്മിക തകർച്ച. കേരളത്തിൽ ഒരുപാട് സമരങ്ങളുടെ നാടാണ് നമ്മളെ നാട്. കാരണം ജനാധിപത്യ രാജ്യമാണല്ലോ. പിക്കറ്റിംഗ് ഉണ്ടാവും, ധർണ ഉണ്ടാവും, പിന്നെ ഘരാവോ ഉണ്ടാവും, സമരം ഉണ്ടാവും, പ്രകടനം ഉണ്ടാവും, പലതും ഉണ്ടാവാറുണ്ട്. പക്ഷെ കേരളത്തിലെ ആളുകൾ അത്ഭുതപ്പെട്ടു പോയ ഒരു സമരം ഒരിക്കൽ നമ്മൾ കണ്ടു. എന്താണ് ആ സമരത്തിന്റെ പേര്? അടുക്കള ബഹിഷ്കരണം. രാവിലെ സുബീസ്കരിച്ചിങ്ങാണ്ടേ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടിയാ പണിക്ക് പോവാ എന്ന് കരുതി ചെന്ന് നോക്കുമ്പോൾ 36 അടുക്കളുടെ വാതിൽ പൂട്ടിയായിട്ട് താക്കോലും കയ്യിൽ പിടിച്ചൊരു പ്ലേ കാർഡുമായിട്ടിരിക്കുക. ഇന്ന് സൂചനാ പണിമുടക്ക, ചിലപ്പോൾ താണ്ട് നീളാനും സാധ്യത ഉണ്ട്. അതെന്തേടി? അവകാശങ്ങൾ വകവെച്ച് തരണം, അവകാശങ്ങൾ വകവെച്ച് തരണം. തന്നെ അതിനാ സമരം. അടുക്കള ബഹിഷ്കരണം ഉണ്ടായി. 1996 മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായ MSM തൃശ്ശൂരിൽ വെച്ച് ഐതിഹാസികമായ സംസ്ഥാന സമ്മേളനം നടത്തി. ആ സമയത്ത് പ്രസംഗവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ഇങ്ങനെ കറങ്ങുന്നതിനിടക്ക് അന്ന് കണ്ട ഒരു വാർത്ത ഞാൻ ഇന്ന് ഓർക്കുക. ഡൽഹിയിൽ ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ പ്രധാനപ്പെട്ട പേജിൽ സ്ത്രീകളുടെ ഒരു പടുകൂറ്റൻ റാലി. ആ റാലിയിൽ അവർ പിടിച്ചിരിക്കുന്ന ബാനറിൽ എഴുതിയിരിക്കുന്ന മുദ്രാവാക്യം ഭർത്താക്കന്മാർ നീതി പാലിക്കുക. ഭർത്താക്കന്മാരുടെ മദ്യ മയക്കുമരുന്ന് ഉപയോഗം, അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ സ്ത്രീകളെ തന്നെ വിവാഹം കഴിക്കും. കുടുംബജീവിതം മുദ്രാവാക്യ രൂപത്തിൽ അങ്ങാടികളിൽ വിറ്റഴിക്കപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ പേപ്പർ കിട്ടിയപ്പോ ആ റാലിക്ക് മറുപടി ഉണ്ടായി. എന്താ മറുപടി? ഭർത്താക്കന്മാർ സംഘടന ഉണ്ടാക്കി. ആ സംഘടനയിൽ ഇന്ത്യൻ പാർലമെന്റിലെ 75% MP-മാരും മെമ്പർമാരാണ്. ആ സംഘടനയുടെ പ്രസിഡന്റുമായി ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രപ്രതിനിധി ഒരു അഭിമുഖം നടത്തി. ആ അഭിമുഖത്തിൽ ഒന്നാമത്തെ ചോദ്യം, ഭർത്താക്കന്മാർക്ക് എന്തിനാണ് ഒരു സംഘടന? അതിന് ഈ ഭർത്താക്കന്മാരുടെ സംഘടനയുടെ പ്രസിഡന്റിന്റെ മറുപടി, ഭാര്യമാരിൽ നിന്ന് കിട്ടേണ്ട അവകാശം നിയമപരമായി പിടിച്ചു വാങ്ങുക. ഒരു കട്ടുമ്മൽ, ഒരു പുതപ്പിന്റെ ഉള്ളില് പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഭാര്യവും ഭർത്താവും ആദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ വകവെച്ചു കൊടുക്കേണ്ട അവകാശം അങ്ങാടിയിൽ വെച്ച് മുദ്രാവാക്യ രൂപത്തിൽ പിടിച്ചു വാങ്ങുന്നിടത്ത് കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുടുംബത്തെ പറ്റി ആലോചിക്കണം എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ ഏതെല്ലാം രീതിയിലുള്ള കുടുംബ കൂടി മാറിയിട്ട് പലതരം കുടുംബങ്ങളായി മാറിപ്പോയി. പണ്ട് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ പണ്ട് എൻ്റെ വാപ്പ മരിച്ച്, വാപ്പനെ ഞാൻ കണ്ടില്ല. അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ വലുതായി വരുമ്പോ ഒരു ഹാള്, വാതിലില്ല, വാതിൽ ഒരു ഓലോണ്ട് ഇങ്ങനെ എൻ്റെ അമ്മ എന്നെ ഉണ്ടാക്കിയത്. അത് അന്തി ഒന്ന് എടുത്താണ്ട് വെക്കും ഒരു ധൈര്യത്തിന്. ഒരു വാതിൽ അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക, വേറൊന്നുമില്ല. എന്നിട്ട് ആ അടുക്കള അവിടെ ഒരു പായി ആണ്ടി വിരിച്ച് എല്ലാരും കൂടി ആണ്ട് കിടക്കും. എല്ലാവർക്കും കൂടി പുതപ്പുണ്ടാവില്ല. അവസാനം തുണി അഴിച്ചാണ്ട് പുതക്കും. അതന്നെ, നേരം വെളുക്കുമ്പോ എല്ലാരും തുണിയും പുതപ്പാവും. നിങ്ങൾക്കൊക്കെ അനുഭവമല്ലേ? എന്നിട്ട് രാവിലെ എണീച്ച ഒരു ചക്ക എടുത്തിട്ട് ചക്കന്റെ പിന്നെ ആ മുള്ള് മാത്രാണ്ട് ചെത്തിട്ട് കൊത്തിയാണ്ട് തറച്ചിട്ട് അതാണ്ട് തിളപ്പിച്ചിട്ട് ഒരു വായലര വാട്ടിട്ട് അഴിക്കാണ്ട് വിളമ്പും അല്ലെ? അയിന്ന് എല്ലാരും കൈയിട്ട് വാരിയാണ്ട് തിന്നും. ഒരു പാത്രത്തിൽ 8 കയ്യില് 8 മക്കളും ഓരോ കയ്യിലോട്ട് കുടിച്ചതിന്റെ ബാക്കി അയി ചിന്തു, ആ ചിന്തിയിൽ വിന്നി മുക്കി കുടിക്കും അല്ലേ? എല്ലാവർക്കും ഒരു പരിക്കമുണ്ടല്ലേ? അതെ, എല്ലാവർക്കും കൂടി ഒരു സാബുവിന്റെ കഷ്ടമല്ലേ മേത്തേക്കാണ്ടാകുക? വല്ല സോക്കടും ഉണ്ടോ? ഒരു സോക്കടും ഇല്ല. വര ഐക്യക്കുറവുണ്ടോ? എന്തൊരു സ്നേഹം! പള്ളിയിലും നല്ല ഉഷാറ്, ആരാധന ഉഷാറ്, ഭക്തി ഉണ്ട്, ആരോഗ്യമുണ്ട്. ഇപ്പോഴോ എല്ലാവർക്കും ഓരോ റൂമായി, എല്ലാവർക്കും ഓരോ തോർത്തായി, എല്ലാവർക്കും ഓരോ സോപ്പായി, എല്ലാവർക്കും ഓരോ ഗ്ലാസ്സായി, എല്ലാവർക്കും ഓരോ പ്ലേറ്റായി, എല്ലാവർക്കും ഓരോ സോക്കടുമായി. ബാപ്പന്റെ ഓക്കടല്ലല്ലോ നമ്മക്ക്. മൂത്ത കാക്ക ഷുഗർ ആണേ, മറ്റൊന്ന് പ്രഷർ, അപ്പുറത്തുള്ള ഒരു കൊളസ്ട്രോള്. എന്താ കാരണം? ബർക്കത്ത് പോയി എന്നർത്ഥം. കുടുംബ ജീവിതത്തിന്റെ അലകും പിടിയും നഷ്ടപ്പെട്ടതിനപ്പുറം അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹവും നഷ്ടപ്പെട്ടു പോയി. എന്താ പറഞ്ഞ? കുടുംബത്തിന്റെ ഘടന മാറി. കമ്പാർട്ട്മെന്റ് ഫാമിലി, സൂ ഫാമിലി, വീക്കെൻഡ് ഫാമിലി, റെസ്റ്റോറന്റ് ഫാമിലി. ഇയാള് ഭയങ്കര ഇംഗ്ലീഷ് ഇരുന്ന ആളാന്ന് വിചാരിക്കണം, ഞാൻ നോക്കി വായിച്ചു പഠിച്ചതാ. കമ്പാർട്ട്മെന്റ് ഫാമിലികൾ, കമ്പാർട്ട്മെന്റുകളൊന്നും കാണപ്പോ ഇങ്ങനെ വരമ്പി പോകും. കുറച്ച് കഴിയുമ്പോ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ്, ഒരു കമ്പാർട്ട്മെന്റും മറ്റേ കമ്പാർട്ട്മെന്റ് എന്താ ബന്ധമുണ്ടാകുക? ഒരു കുളത്ത്. ആ കുളത്ത് വിട്ട് കുളത്ത് ഒരു ബന്ധവുമില്ല. അങ്ങാടി കൊണ്ടൂല, കല്യാണത്തിന് കൊണ്ടൂല,
കാരണവരാണോ ഇവരെ ഏട്ടൻ അഞ്ചനാണെന്ന് ആരോ പറഞ്ഞു കൊടുക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. പരസ്പരം യാതൊരു ബന്ധവുമില്ല. പിന്നെ എപ്പോഴാ അവർക്ക് ബന്ധം ഉണ്ടാകുക? വല്ല കല്യാണോ വിഷയോ മരണോ ഉണ്ടാവുമ്പോ എന്താ അവിടെ, അത് ശരി ഇന്റെ അഞ്ചനാ മരിച്ച്, അത് ശരി ഇങ്ങനെ ഏട്ടൻ അഞ്ചന്മാരാ, എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലായാല്? കമ്പാർട്ട്മെന്റ് ഫാമിലിയാ. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ കാണുള്ളൂ, ബന്ധപ്പെടുള്ളൂ. ചില ഫാമിലി റെസ്റ്റോറന്റ് ഫാമിലി, നിങ്ങളുണ്ട് റെസ്റ്റോറന്റ് അങ്ങാടിയിലുള്ള, എങ്ങനെ ഉമ്മക്ക് എന്താ വേണി ഭക്ഷണം ഉണ്ടാക്കി മേശമ കൊണ്ടുപോയിക്ക, കാക്ക തിന്നോ, കാക്ക തിന്നുപോയി, നയ്യുന്നോ, ഓൻ തിന്നുപോയി, പെങ്ങളൊന്ന് തിന്നുപോയി, കാക്ക ഒന്ന് തിന്നുപോയി, അങ്ങനെ ഓരോരുത്തർ വരാ തിന്നാ പോവാ. റെസ്റ്റോറന്റ് ഫാമിലി പരസ്പരം കാണൂല, ആരെപ്പോഴേ വന്ന് തിന്നും അറിയില്ല. 11 മണിന് മുമ്പിൽ എല്ലാവരും വന്ന് തിന്നും. 10:00 മൂത്രം വരും, 10:45 പെങ്ങൾ വരും, അത് കഴിഞ്ഞാൽ മറ്റോ വരും. അങ്ങനെ റെസ്റ്റോറന്റ് ഫാമിലി. ഉമ്മന്റെ പണി കൊണ്ടുപോയേക്ക, എടുത്തുകൊണ്ട് പോയി കെക്കുക, പിന്നെ ഉണ്ടാക്കുക, കൊണ്ടുപോയേക്ക. ഉമ്മ മക്കളെ കാണില്ല, മക്കളും മനി കാണില്ല. ഇതാ കണ്ടത് ദോശയും ചട്ടിനിയും മാത്രം. റെസ്റ്റോറന്റ് ഫാമിലി. സൂ ഫാമിലി. സൂ എന്ന് പറഞ്ഞാൽ ഈ കാഴ്ച ബംഗ്ലാവാ. അവിടെ എന്താണ്ടാ? മൃഗങ്ങള് അല്ലേ. സൂ ഫാമിലി പറഞ്ഞാൽ ഏട്ടനും അഞ്ചനും പരസ്പരം കാണാൻ വയ്യ, തല്ലുപിടി. ഭാര്യയും ഭർത്താവും നമുക്ക് കാണാൻ വയ്യ, പ്രശ്നമായി. അങ്ങനെ ഉണ്ടല്ലോ ചില ഭർത്താക്കന്മാര്. ലാസ്റ്റ് ബസ് പോയാലും കുറച്ചേറെ കൂടി ആടി ഇരിക്കും അങ്ങാടിയിൽ. എല്ലാവരും പോയാലും ഒരപ്പം കാണും, 2 വീടി, 2 കെട്ട് ദിനേശ് വീടി. രാത്രി 1 മണിക്ക് ഞാനൊരു ദിവസം ഒരു പരിപാടി ഞാൻ ഇറങ്ങിയതാ പുളിയാട്ടുമലേ. അപ്പൊ ഒരുത്തം കാക്ക 2 വീടി ആവട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, നാളെ ബന്ധട്ടുണ്ടോ ചോദിച്ചു. നാളെ ബന്ധമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഈ സമയത്ത് ഈ 2 വീടി വാങ്ങിക്കണ്, എനിക്ക് വലിക്കാൻ ഇഞ്ഞു എമ്പാടും സമയമുണ്ട് കയറി. എടാ ഇനിയിപ്പോ ഈ 1 മണിക്ക് ഇപ്പൊ എനിക്ക് സമയം ഉണ്ടാവും, 1 മണിക്ക് സമയം ഉണ്ടോന്നോ? എനിക്ക് എമ്പാടും സമയമുണ്ട്. അതെന്താ കാരണം? മറ്റേത് ഉറങ്ങിയിട്ടാണ് അവിടെ പോകാൻ. ഉണർന്നുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു പോലെ ഒക്കൂല. സൂ ഫാമിലി. വീക്കെൻഡ് ഫാമിലി. വീക്കെൻഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് കാലിൽ ആഴ്ചയിൽ ഒരിക്കലാ. കാരണം ഭർത്താവിന് കാസർഗോഡാ ജോലി, ഭാര്യക്ക് തിരൂരുവാ. ഇതെങ്ങനെ കാണുക? ഭാര്യ എവിടെയാണോ താമസം, ഭർത്താവ് കാസർഗോഡ് താമസം. മാസത്തിൽ ഒരിക്കലും ഉളിയാട്ടുമ്പോൾ വരും, ആഴ്ചയിൽ. ഭാര്യയാണ്, ഒരാഴ്ച കാണും. അതിനൊരു സമാധാനം ഉണ്ട്. കലഹം പരമാവധി കുറയും, കാരണം എപ്പോഴും കാണില്ലല്ലോ. ഈ രീതിയിൽ കുടുംബങ്ങൾ വിവിധങ്ങളായ രൂപത്തിൽ മാറിപ്പോയിരിക്കുന്നു. ഖുർആനിൽ 8-9 കുടുംബങ്ങളെ പറ്റി ഇങ്ങനെ പരാമർശമുണ്ട്. നമ്മൾ ആ 8-9 കുടുംബം ഇങ്ങനെ പരിശോധിച്ച് വെക്കുക. നമ്മളെ കുടുംബം ഏത് കുടുംബത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ്. ഖുർആനിൽ അബൂലഹബിന്റെ കുടുംബം ഇങ്ങനെ അടിയിൽ മേപ്പെട്ട് ഇങ്ങനെ പോന്നാൽ ആദ്യം കാണുന്ന കുടുംബം അതാ. അവിടെ നിങ്ങോട്ട് പോന്നാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം. അങ്ങനെ കുറെ കുടുംബങ്ങൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള ധാരാളം കുടുംബങ്ങൾ. നമ്മുടെ കുടുംബം ഏതിൽ ഉൾപ്പെടുന്നു എന്ന് നമ്മളെല്ലാവരും പരിശോധിക്കേണ്ടതാണ്. ഫിർഔന്റെ കുടുംബം, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം. ചില കുടുംബത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും സ്വഭാവം പറഞ്ഞു. സൂറത്ത് അഹ്കാഫിൽ 2 കുടുംബമുണ്ട്, സൂറത്ത് അറാഫിൽ 1 കുടുംബമുണ്ട്. ഈ കുടുംബങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഖുർആൻ നമ്മുടെ മുമ്പിൽ മാതൃകയായി പറഞ്ഞിട്ടുള്ള കുടുംബം ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാൻ അലൽ ആലമീൻ. ഇമ്രാൻ കുടുംബം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം. ഒരു കുടുംബം നന്നാവുക എന്നതാണ് ഒരു സമൂഹം നന്നാകുന്നതിന്റെ ഏറ്റവും ചെറിയ പ്രവർത്തനം. ഒരു സമൂഹത്തിന്റെ ഉയർച്ച, വളർച്ച എന്ന് പറയുന്നത് ആ സമൂഹത്തിന്റെ സാംസ്കാരികമായ വളർച്ചയാണ്. ഒരു സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ചയുടെ അടയാളം ആ സമൂഹത്തിലെ കുടുംബത്തിന്റെ ഭദ്രതയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കുടുംബ ജീവിതത്തിന് ഇത്രത്തോളം പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുള്ളത്. നമ്മുടെ കുടുംബം ഏതിൽ ഉൾപ്പെടുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. ആലു ഇമ്രാൻ, ഇമ്രാൻ കുടുംബം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം. ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ബാപ്പ. ആ ബാപ്പക്ക് അല്ലെങ്കിൽ ആ ഭർത്താവിന് എല്ലാ പിന്തുണയുമായി ഒരു ഭാര്യ. അവരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും അരുനിൽക്കുന്ന, കൂട്ടുനിൽക്കുന്ന, അനുസരണം കാണിക്കുന്ന ഒരു മകൻ. ബാപ്പ നല്ലത്, ഉമ്മ നല്ലത്, മകൻ നല്ലത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം. ഇമ്രാൻ കുടുംബം, സൂറത്ത് ആലു ഇമ്രാന്റെ 33-ാമത്തെ ആയത്ത് മുതൽ വീട്ടിൽ പോയി പരിശോധിച്ച് നോക്കിയാൽ ഇമ്രാൻ കുടുംബത്തിന്റെ ഒരുപാട് സവിശേഷതകൾ. അതൊന്നും ഇപ്പൊ ഇവിടെ ഓരോന്നോരോന്നെടുത്തായി പറയാൻ സമയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.